Good morning, all. Good morning, teacher. Good morning, ma'am. Ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു, ഏരിയ അല്ലെ, 3 ഏരിയകള്: പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലിനിക്കൽ ഏരിയ. ദെൻ നമ്മളൊരു ഫ്ലോ പാറ്റേൺ പറഞ്ഞു. ദെൻ എക്യുപ്മെന്റ് എന്നൊരു ടേബിൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അല്ലെ. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സ്. അപ്പൊ എക്യുപ്മെന്റ്സിന് തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് തെറാപ്റ്റിക്, മോണിറ്ററിംഗ്, ഇൻസ്ട്രുമെന്റ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ പറഞ്ഞു ബിപി അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ യുഎസ്ജി, ദെൻ എക്കോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ തെറാപ്റ്റിക്. തെറാപ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ നെബുലൈസർ. നെബുലൈസർ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. പലരുടെയും വീട്ടിലുണ്ടാവും നെബുലൈസർ. ഇല്ലേ? ഉണ്ടോ? എത്ര പേരുടെ വീട്ടിലുണ്ട് നെബുലൈസർ? ഇപ്പൊ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നെബുലൈസർ അല്ലെ. ഉണ്ടോ വീട്ടില്? ഓക്കെ, ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എന്താണ് ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്? ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് നെബുലൈസർ? നമ്മള് ചുമ്മാ ഈ കഫക്കെട്ട് അല്ലെങ്കിൽ അല്ലെ ആസ്മ, അലർജി അല്ലെ, ആവി പിടിക്കാനും അതുപോലെ തന്നെ ഇൻഹേലർ നെബുലൈസേഷൻ നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നെബുലൈസർ. ദെൻ സെക്കൻഡ് വൺ ലാറിംഗോസ്കോപ്പ്. എന്താ ലാറിംഗോസ്കോപ്പ്? കേട്ടിട്ടുണ്ടോ? ലാറിംഗോസ്കോപ്പ്. ലാറിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലാറിങ്സ് കേട്ടിട്ടുണ്ടോ? ലാറിങ്സ് നമ്മുടെ വോയിസ് ബോക്സ്, നമ്മുടെ തൊണ്ട, ശ്വാസനാളം അല്ലെ, നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു വോയിസ് ബോക്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലാറിങ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസനാളം, തൊണ്ടയിനോട് ചേർന്നിട്ടുള്ള ഒരു ശ്വാസനാളം, ലാറിങ്സ്. സോ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വസനനാളത്തിന്റെ ഒരു ശസ്ത്രക്രിയയാണ് അല്ലെ. അതായത് നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ സംസാരിക്കാനായിട്ടുള്ള ഒരു വോയിസ് ബോക്സ് അല്ലെ, അതിന്റെ ഒരു കാഴ്ച ലഭിക്കുവാനായിട്ട് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ചെറിയൊരു ഉപകരണമാണ്. നേരത്തെ ഒരു ട്യൂബാണ്. ആ ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെറിയൊരു ട്യൂബാണ്. അത് നമ്മളുടെ തൊണ്ടയിൽ കൂടി ശ്വാസനാളത്തിനുള്ളിലേക്ക് ചെറിയ ട്യൂബിന്റെ സൈഡ് അറ്റത്തായിട്ട് ചെറിയ ക്യാമറയും ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ശ്വാസനാളത്തിന്റെ കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് അവിടെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ശ്വാസനാളത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മീൻസ് നമുക്ക് സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയുമായിട്ട് ഭാഗമുള്ള ആ ഒരു ശ്വാസനാളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലാറിംഗോസ്കോപ്പി. ക്ലിയർ ആണോ ലാറിംഗോസ്കോപ്പ്? ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് ചെറിയൊരു നോട്ട് എഴുതാം കേട്ടോ. ലാസ്റ്റ് എഴുതാവേ, എല്ലാം പറഞ്ഞതിന് ശേഷം ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട്സ് എഴുതാനുള്ളത് എഴുതിയെടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ ബ്രോങ്കോസ്കോപ്പി. ഇന്ന് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോങ്കോസൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബ്രോങ്കോസൈറ്റ് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. ലങ്സിനെ അഫക്ട് ചെയ്യുന്ന, ലങ്സിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, വിട്ടുമാറാത്ത ചുമ അല്ലെ, നമ്മൾ ആസ്മയിലോട്ടൊക്കെ എത്തുന്ന ആ ഒരു രീതിയിൽ വരുന്നതിനാണ് നമ്മൾ ബ്രോങ്കോസൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ശ്വാസകോശ രോഗങ്ങൾ നമ്മൾ കണ്ടെത്താനാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ലാറിംഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിലുള്ളത് ലാറിങ്സിൽ എക്സാമിനേഷൻ ചെയ്യാം. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശം റിലേറ്റഡ് ടു ലങ്സ്, ബ്രോങ്കി. ഓക്കെ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പൊ 3 നമ്മുടെ തെറാപ്റ്റിക്കിൽ വരുന്നത്: നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നത് മോണിറ്ററിംഗ്. നമ്മൾ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? നിരീക്ഷിക്കില്ലേ പേഷ്യൻസിനെ?
പേഷ്യൻസിനെ നിരീക്ഷിക്കുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ് ആണെന്ന്. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. Then cardiac monitor. Cardiac എന്ന് വെച്ചാൽ എന്താണ് റിലേറ്റഡ് ടു കാർഡിയാക്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ, ഹാർട്ട് മോണിറ്ററൈസ് ചെയ്യുന്നത്. Then ECG മെഷീൻ. ECG നമ്മുടെ ഹാർട്ടിന്റെ വ്യതിയാനങ്ങളെ അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ വ്യതിയാനങ്ങളെ ചലനങ്ങളെ മനസ്സിലാക്കുന്നതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG അറിയാലോ, ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ. Then അപ്പോ 3 കാര്യങ്ങളാണ് മോണിറ്ററിംഗിൽ വരുന്നത്. പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ ആൻഡ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ. Then ഇൻസ്ട്രുമെന്റ്സ്, ബാക്കി വരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന്. IV സെറ്റ്, ഇൻട്രാവീനിയസ് സെറ്റ് എന്ന് പറയും. IV സെറ്റ് എന്താണ്? IV സെറ്റ് കണ്ടിട്ടുണ്ടോ? IV സെറ്റ് ഡ്രിപ്പ് ഇടുന്നത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റഡ് ആകുമ്പോൾ ഡ്രിപ്പ് ഇടാറുണ്ട് അല്ലെ. അപ്പൊ ഈ നമ്മൾ ഡ്രിപ്പ് ഇടുമ്പോൾ മീൻസ് ഡ്രിപ്പ് ഇടുന്നതല്ല ഡ്രിപ്പ് ഇടുന്നതിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു ഇതുണ്ടാവും. മീൻസ് നമ്മളുടെ ആ ഡ്രിപ്പ് വീഴുന്നതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു ഹാഫ് പോർഷൻ ഒക്കെ ആകുമ്പോൾ വളരെ തുള്ളിയായിട്ടല്ലേ വീഴുന്നത്, വളരെ ചെറിയ ഡ്രോപ്പ് ആയിട്ടാണ് നമ്മളുടെ ആ ഒരു ഇൻട്രാവെനസിലേക്ക് കൂടി നമുക്ക് ഈ മെഡിസിൻസ് ലഭിക്കുന്നത്. സോ ഇതൊരു പകുതി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നേഴ്സസ് വന്നിട്ട് എന്ത് ചെയ്യും, ആ ഡ്രിപ്പിൽ ആ IV സെറ്റിൽ ചെറിയൊരു മാറ്റമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോ ഇത് നോർമലി കുറച്ചും കൂടി പെട്ടെന്ന് സ്പീഡിൽ തുള്ളി വീഴാൻ തുടങ്ങും. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് IV സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻട്രാവീനിയസിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രിപ്പ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ ആ ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ അത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. അത് നഴ്സസ് വന്നിട്ട് ഓരോ മെഡിസിനും ചിലപ്പോൾ അത് വളരെ സ്ലോവിൽ കയറേണ്ട മെഡിസിൻ ഉണ്ടാകും അല്ലെ, ചിലപ്പോൾ ചിലത് വളരെ സ്ലോവിലായിരിക്കും. അപ്പൊ അവർ അതനുസരിച്ചിട്ടായിരിക്കും IV സെറ്റിൽ സെറ്റ് ആക്കി ഇടുന്നത്. ക്ലിയർ ആയോ? IV സെറ്റ് ഓക്കെ ആണോ? IV സെറ്റ് ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ പിക്ചർ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ, ഓർമ്മിപ്പിക്കണേ. ലാസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേ IV സെറ്റിന്റെ ജസ്റ്റ് പിക്ചേഴ്സ് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് പറയുന്നത് ട്രാക്കിയോസ്റ്റോമി. എന്ത് ട്രാക്കിയോസ്റ്റോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിയോ എന്ന് പറഞ്ഞാല് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നെക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ കഴുത്ത് അല്ലെ, ഓപ്പണിംഗ് നെക്ക് അല്ലെ. ട്രാക്കിയോസ്റ്റോമി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആണ്. ആൻസർ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഓക്സിജൻ പാസ് പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനും മറ്റൊക്കെയാണ് നമ്മൾ ഈ ട്രാക്കിയോസ്റ്റോമി ചെയ്യുന്നത് അല്ലെ. തൊണ്ടയിൽ കൂടി കഴുത്തിന്റെ ഫ്രണ്ടില് നമ്മുടെ തൊണ്ടയുടെ ഇവിടെ ചെറിയൊരു ഓപ്പൺ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അതിലൂടെ നമ്മൾ ചെറിയ ഈ ട്യൂബുകൾ തന്നെ ഇട്ടിട്ട് അവർക്ക് ശ്വസിക്കാനായിട്ടും ഓക്സിജൻ നല്ല കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രാക്കിയോസ്റ്റോമി. ഓക്കെ. ട്രയാക്കൽ ട്യൂബ് അല്ലെ, നമ്മൾ എൻഡോട്രയാക്കൽ ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ട്രാക്കിയോസ്റ്റോമി നമ്മൾ തൊണ്ടയിൽ കൂടി ചെറിയൊരു മുറിവ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ട്യൂബ് പോലെ കടത്തി വിടുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ കിടക്കുന്ന പേഷ്യൻസിന് ഓക്സിജൻ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് ഒക്കെ ലങ്സിലൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഓക്സിജൻ കൃത്യമായിട്ടുള്ള ലെവലിൽ ആ പേഷ്യന്റിന് ലഭിക്കാനും ഇത് സഹായിക്കുന്നു. ഓക്കെ, ട്രാക്കിയോസ്റ്റോമി. ഇനി വരുന്നത് ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ്. ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പിറ്റലിലെ ഉപകരണങ്ങള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളും മറ്റും കൊണ്ടുപോകാനുള്ള ട്രോളിംഗ്. അതുപോലെ തന്നെ ഈ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്, ഒരു സ്റ്റെറിലൈസ് സ്റ്റീലിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ്. ഇപ്പോ വാർഡിലേക്കും മറ്റും മെഡിസിൻസും ഇഞ്ചക്ഷൻസും എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് ഒരു ട്രേ പോലെയൊക്കെ കൊണ്ടുപോകും അല്ലെ. മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുപോകും, അതുപോലെ തന്നെ ഇതുപോലെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു ട്രോളി ഉണ്ടാവും. അതുപോലെ നമ്മൾ ഡ്രസ്സുകൾ ലോണ്ടറി ഒക്കെ ചെയ്ത ഡ്രസ്സുകൾ കൊണ്ടുപോകാനും ട്രോളിംഗ് ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. IV സെറ്റ്, ട്രാക്കിയോസ്റ്റോമി, ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ടേബിൾ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. എക്യുപ്മെന്റ്സിൽ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്: ഡയഗ്നോസ്റ്റിക്, തെറാപ്റ്റിക്, മോണിറ്ററിംഗ്, ഇൻസ്ട്രുമെന്റ്സ്. ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക്കില് രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് BP അപ്പാരറ്റസും എൻഡോസ്കോപ്പി, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. തെറാപ്റ്റിക്കിന് വേണ്ടി ചികിത്സാപരമായിട്ട് അല്ലെ, നമ്മൾ ചികിത്സിക്കുകയാണ്. നെബുലൈസർ എന്ന് പറഞ്ഞാല് നമുക്കൊരു അസുഖം ഉണ്ടായിട്ട് നമ്മൾ നെബുലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും മാറുകയാണ് അല്ലെ. അപ്പൊ അതാണ് തെറാപ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. നെബുലൈസർ ചെയ്യുമ്പോൾ നമ്മളുടെ അസുഖം ഭേദമാകില്ലേ. സോ തെറാപ്റ്റിക്കിലാണ് നെബുലൈസർ പെടുന്നത്. നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്.
ദെൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ ആൻഡ് ECG മെഷീൻ. ഇൻസ്ട്രുമെന്റിൽ വരുന്നത് IV സെറ്റ്, ട്രാക്കിയോസ്റ്റോമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി 2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. നിങ്ങൾ ആ ഒരു PDF-ന്റെ താഴെ ടേബിളിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിളിന്റെ താഴെ ഒരു സ്പേസ് ഉണ്ടാവും. എവിടെയാണെന്ന് വെച്ചാൽ നോട്ട്ബുക്കിലാണെങ്കിൽ നോട്ട്ബുക്ക് എഴുതാം, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പറഞ്ഞോട്ടെ, നോക്കാം. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒറ്റ വാക്കിലൊന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കിൽ എഴുതാം. ഓക്കെ, ലാറിംഗോസ്കോപ്പി എഴുതിക്കോളൂ. ലാറിംഗോസ്കോപ്പി, സ്കോപ്പ് എന്ന് തന്നെ എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ എഴുതിയത് പോലെ തന്നെ ലാറിംഗോസ്കോപ്പ്. Laryngoscope is a procedure കേട്ടെഴുതാനോ കുഴപ്പമില്ലല്ലോ, അതിന് ടൈപ്പ് ചെയ്ത് നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആക്കണ്ട കേട്ടോ. കേട്ടെഴുതാം കേട്ടോ. is a procedure healthcare provider is a procedure healthcare provider used to examine your larynx. Once more ഒന്ന് ഇവിടെ പറയാം. കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. is a procedure healthcare provider used to examine your larynx. സ്പെല്ലിംഗ് വേണോ? LARYNX സ്പെല്ലിംഗ് നോക്കിയേ, കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാറിങ്സ്. ഓക്കെ, പ്രൊവൈഡർ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ മീൻസ് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇല്ലേ നമുക്ക് ആരോഗ്യ പരിചരണം നൽകുന്നവര്. ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് ആ പ്രൊസീജിയറിന്റെ പേരാണ്. ദെൻ ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെയ്യില്ലേ, മീൻസ് നമ്മൾ ട്യൂബ് കടത്തിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പേര് രണ്ടും ഏകദേശം സെയിം ആണ്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക. കാര്യം മീൻസ് നമ്മളൊരു ട്യൂബ് കടത്തിക്കൊണ്ട് നമ്മൾ ആ ലാറിങ്സിന് എക്സാമിൻ യുവർ ലാറിങ്സ്. നിങ്ങൾ ആ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ടേബിളിലെ പേര് മാത്രം പഠിക്കാനുള്ളൂ. എങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർ എഴുതിയെടുക്കാം. ഓക്കെ, പേര് മാത്രം പഠിക്കാനുള്ളൂ എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അത് എന്താണ് ലാറിംഗോസ്കോപ്പ്, ലാറിങ്സ് എന്താണെന്ന് അറിയില്ല അല്ലെ, എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് എഴുതിയെടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ബ്രോങ്കോസ്കോപ്പി അറിയാലോ, നമ്മുടെ ബ്രോങ്കൈറ്റിസും മറ്റു ശ്വാസകോശ സംബന്ധമായിട്ടുള്ളത് നിരീക്ഷിക്കുന്നത്. ദെൻ പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG. കുഴപ്പമില്ലല്ലോ, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് OPD അല്ലെ. അപ്പൊ നമ്മൾ OPD എന്താണെന്ന് പഠിച്ചു, ലൊക്കേഷൻ പഠിച്ചു, ദെൻ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് OPD-യുടെ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെ. OP ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് വൈസ് ആണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. early diagnosis, corrective, preventive and rehabilitative care on ambulatory basis. ഓക്കെ, ഏർലി ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, രോഗനിർണയം അല്ലെ. ഓൾറെഡി നേരത്തെയുള്ള രോഗനിർണയം. കർട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കർട്ടീവ് രോഗശമനം അല്ലെ. നമ്മള് രോഗത്തിന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നൽകുന്നു. പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് കെയർ, രോഗത്തെ തടയാനും പ്രിവെന്റ് ചെയ്യാനും അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നു. റീഹാബിലിറ്റീവ് കെയർ, റീഹാബിലിറ്റേഷൻ കൊടുക്കും അല്ലെ. സൗണ്ട് ബോക്സ് തന്നെ, നമ്മുടെ ശ്വാസകോശം അല്ലെ, നമ്മുടെ ശ്വാസനാളം, നമുക്ക് സൗണ്ട് വരാനുള്ള ഒരു ഇതില്ലേ, ലാറിങ്സ്. ഓക്കെ,
നിങ്ങൾ ടൈം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ, ഫ്രീ ടൈം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക, ലാറിംഗോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കും, ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നോക്കുക, കുറച്ചും കൂടി അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കിട്ടും. ഓക്കെ, നോക്കില്ലേ എല്ലാവരും? അറിയാത്തവരെ ഒന്ന് ലാറിംഗോസ്കോപ്പി അടിക്കാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, നമുക്ക് സംശയമുള്ളത് അപ്പൊ നമുക്കത് കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ആയിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് പേര് മാത്രം പഠിക്കാനുള്ള പ്രോസസ് ഒന്നും പഠിക്കാനില്ല, എങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഫങ്ഷൻസിലേക്ക് വരാം കേട്ടോ. അപ്പൊ ഫങ്ഷൻസിൽ ആദ്യം പറയുന്നത് ഏർലി ഡയഗ്നോസിസ്, എഫക്റ്റീവ് പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ OPD ബേസിസിൽ, അതായത് അഡ്മിറ്റഡ് ആകുന്നില്ല, പേഷ്യൻസിനോട് ട്രീറ്റ്മെന്റും നിരീക്ഷണം, രോഗനിർണയം, ഒബ്സർവേഷൻ, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ എല്ലാം വരുന്നതിനെയാണ് നമ്മൾ എന്താ ആംബുലേറ്ററി ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കുന്നു. ആംബുലേറ്ററി ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റ് OPDയിലേക്ക് വരുന്നു, ദെൻ നമ്മൾ എന്താണ് ആംബുലേറ്ററി ആണ് പറയുന്നത്, ശ്രദ്ധിക്കാട്ടോ, ആംബുലേറ്ററി ആണ് പറയുന്നത്. ആംബുലേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റഡ് ആക്കാതെ തന്നെ, OPD ബേസ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. അതായത് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നില്ല, പേഷ്യന്റ് വന്നു, ദെൻ നമ്മൾ ഡോക്ടറെ കണ്ടു, കൺസൾട്ട് ചെയ്തു, ട്രീറ്റ്മെന്റ് ചെയ്തു, ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തു, ചിലപ്പോൾ പേഷ്യന്റിനെ ഒബ്സർവേഷനിലൊക്കെ കിടത്തിക്കൊണ്ട് ബാക്കി ട്രീറ്റ്മെന്റ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അഡ്മിറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, അതാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് ആക്കാതെ തന്നെ ആ പേഷ്യൻസിന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇതാണ് ആംബുലേറ്ററി ബേസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്, കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണം പേഷ്യന്റിന് ആംബുലേറ്ററി ബേസിസിൽ നൽകുന്നു. മൂന്നാമത്തത് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, അല്ലെ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞു OPD എന്ന് പറയുന്നത് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നില്ല, അല്ലെ? ഔട്ട് പേഷ്യന്റ് ആണ്. സോ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ സ്ക്രീനിങ് ചെയ്യുന്നു, അല്ലെ? നമ്മൾ OP സെക്ഷനിൽ വന്ന് ഡോക്ടറെ വന്ന് കാണുമ്പോഴാണ് ഡോക്ടർ രോഗിനെ പരിശോധിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തതിനു ശേഷം ആ റിസൾട്ടിന്റെ ഒക്കെ ബേസിസിലാണ് ചിലപ്പോൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത്, ഇല്ലേ? ആദ്യം OPD ബേസിസിൽ വന്ന് കണ്ടിട്ടല്ലേ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുള്ളൂ, ആണോ? നമ്മൾ ഡോക്ടറെ വന്ന് കണ്ട് ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, അല്ലെ? ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ആ റിസൾട്ടിന്റെ ബേസിസിലാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്ക്രീനിങ് ചെയ്യണേണ്. OPDയിൽ വന്നു, OP ഡിപ്പാർട്ട്മെന്റിൽ വന്നു, അല്ലെങ്കിൽ OPDയിൽ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ ടെസ്റ്റുകളും മറ്റും ചെയ്തപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ ആ പോയിന്റ്? സ്ക്രീനിങ് മീൻസ് ഡോക്ടറെ വന്ന് കണ്ടു, അപ്പൊ ഡോക്ടർ അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ആക്കിയത്. ഓക്കെ, സ്ക്രീനിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ OP ഡിപ്പാർട്ട്മെന്റിൽ വന്നു, നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതല്ല, ഡോക്ടറിനെ കണ്ടു, ദെൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ നമുക്ക് എഴുതി. സോ ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നു. ഓക്കെ, ഇതാണ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ. ചെറിയ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, അല്ലെ? ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, പേഷ്യന്റിന് നല്ല ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുന്നു. അതുപോലെ ആഫ്റ്റർ ഡിസ്ചാർജിന്, അതായത് പേഷ്യന്റ് ഇപ്പോ ഒരു അഡ്മിറ്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ ഒരു വട്ടം ഡോക്ടറെ വന്ന് കണ്ടുപോയിട്ടും നമ്മളോട് ഡോക്ടർ പറയും ചിലപ്പോ ഒരു 5 days മെഡിസിൻ എഴുതിക്കൊണ്ട് വീണ്ടും ഒരു 5 ദിവസം കഴിഞ്ഞ് വരാൻ പറയും, ഇല്ലേ? പറയാറുണ്ടോ? അല്ലെ? 5 ദിവസം ഈ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു നോക്കൂ, അപ്പൊ മാറ്റം ഉണ്ടാകും. ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണണം, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് എടുക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയാം, അല്ലെ? അതിനെയാണ് ഈ ഫോളോ അപ്പ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ഡിസ്ചാർജ് നമ്മള് ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞ് പോയതിനു ശേഷവും വീണ്ടും ഒരു ഫോളോ അപ്പ് പ്രോസസ്സ് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ക്ലിയർ ആണോ? ഫോളോ അപ്പ് നമ്മളോട് വീണ്ടും മെഡിസിൻ 5 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെയോ മരുന്ന് എഴുതിക്കൊണ്ട് അത് കഴിച്ചിട്ട് വീണ്ടും നമ്മളോട് 10 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് വരാൻ പറയും, അല്ലെ? അപ്പൊ അതിനാണ് ഈ ഫോളോ അപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഫോളോ അപ്പ് ആണോ? അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു,
നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, എന്തെങ്കിലും ഒരു പനിയോ ചുമയായിട്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ ചിലപ്പോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു, നമ്മള് എന്ത് ചെയ്തു, ഒരു 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് മെഡിസിൻ എഴുതി. എന്നിട്ട് ഡോക്ടർ പറയും 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്, ഈ ആന്റിബയോട്ടിക് നിങ്ങൾ കഴിക്കൂ, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോ 5 ദിവസം കഴിയുമ്പോ ഒന്നും കൂടി വരാമെന്ന് പറയും, അല്ലെ? അതുപോലെ തന്നെ ഡിസ്ചാർജ് മീൻസ് അഡ്മിറ്റ് ചെയ്തൊരു പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി, ഇവിടെ ഫോളോ അപ്പ് കെയർ ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജ് ആകുന്നതിനും പറയാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ബേസിസിലും ഫോളോ അപ്പുകൾ കൊടുക്കാറുണ്ട്. ഡിസ്ചാർജ് ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, അല്ലെ? ഒരു പേഷ്യന്റ് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഇപ്പൊ ചിലപ്പോൾ ഒരു 7 ഡേയ്സോ അല്ലെങ്കിൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുമ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് കാണാൻ പറയും, അല്ലെ? ടെസ്റ്റുകളൊക്കെ ഒന്നുകൂടി ചെയ്യണോട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തരും. എന്നിട്ട് ആ മെഡിസിൻ കഴിയുമ്പോൾ ആ 7 ഡേയ്സ് കഴിയുമ്പോൾ ഒന്നും കൂടി വന്ന് ഡോക്ടറെ കാണാൻ പറയാറുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ടൈമിൽ, ഇല്ലേ? പറയാറുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതല്ലേ? ആണോ? ഡിസ്ചാർജ് കഴിഞ്ഞ് ആ വഴി പേഷ്യന്റിനെ വിടുകയാണോ ചെയ്യുന്നത്? അല്ല, അത് കഴിഞ്ഞിട്ടും ഒന്നൊരു ഫോളോ അപ്പും കൂടി പേഷ്യൻസിന് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? Then promotion of health by health education, അല്ലെ? promotion of health by health education, അല്ലെ? അതായത് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കാണ്. അതായത് ഹെൽത്തിന് കുറച്ച് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യത്തിന് ഒരു പ്രോത്സാഹനം നൽകുക, ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ആരോഗ്യത്തിന് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഹെൽത്ത് ആണ് പ്രാധാന്യം, അല്ലെ? സോ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ ഒരു പോയിന്റിൽ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. Then rendering of preventive health care. Rendering എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? rendering വിശദീകരിക്കുക, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അല്ലെ? അതായത് പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന് വിശദീകരിക്കുകയാണ്, പ്രതിരോധ മാർഗങ്ങൾ വിശദീകരിക്കുകയാണ്. അതായത് ഇപ്പോ നമ്മളിപ്പോ മഴക്കാലമൊക്കെ ആകുമ്പോ പനിയുടെ ഒക്കെ ഒരു സീസൺ വരും, അല്ലെ? അപ്പോ ഈ രോഗം മീൻസ് പകർച്ചവ്യാധികളൊക്കെ വരും മഴക്കാലം ആകുമ്പോ. അപ്പൊ അതുമായിട്ട് ഹോസ്പിറ്റലില് അവരിങ്ങനെ കുറെ പോസ്റ്ററുകളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്, ഇല്ലേ? ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ സർവേകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പൊ പഞ്ചായത്ത് മുനിസിപ്പൽ ബേസിലൊക്കെ വരാറുണ്ട്. മീൻസ് ഇവിടെ പറയുന്നത് റെൻഡറിങ് പ്രിവെന്റീവ് ഹെൽത്ത്, രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള ആരോഗ്യ പരിപാടികൾ വിശദീകരിക്കുക ഡോക്ടേഴ്സ് മീൻസ് ഹോസ്പിറ്റലുകാര്. ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പനി അതുപോലെയുള്ള കുറെ അസുഖങ്ങൾ, അല്ലെ? പകർച്ചവ്യാധികളൊക്കെ വരുന്ന ആ ഒരു ടൈമുണ്ട്, ഒരു സീസൺ ഉണ്ട്, അല്ലേ? അപ്പൊ ആ ടൈമിലൊക്കെ ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി എന്താണ് സൗജന്യ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റേഴ്സും മറ്റും നമ്മളുടെ പബ്ലിക്കിന്റെ കുറച്ചും കൂടി അവർക്കൊന്ന് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഹോമിയോ ഒക്കെ ആണെങ്കിൽ അവര് എന്താ പറയാ, ഇപ്പൊ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മള് പ്രിവെന്റീവ് രോഗപ്രതിരോധത്തിനുള്ള മെഡിസിൻസുകളൊക്കെ കൊടുക്കും, അല്ലെ? അസുഖം വരാതിരിക്കാൻ, രോഗത്തെ തടയാനായിട്ടുള്ള പ്രതിരോധ മരുന്നുകളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ORS ലായനി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ പകർച്ചവ്യാധികളുടെ ആ ഒരു ടൈമിൽ ORS അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഗവൺമെന്റ് മുഖേന നമുക്ക് കുട്ടികൾക്കായിട്ടുണ്ടെങ്കിലും മറ്റും, അല്ലെ? ORS ലായനി പോലുള്ള മെഡിസിൻസുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവർ റെൻഡർ ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ക്ലിയർ ആണോ? ആരോഗ്യ സംരക്ഷണത്തിന്, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങളും ഹോസ്പിറ്റലുകാർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്താണ് സൗജന്യ ക്യാമ്പുകളൊക്കെ വരാം, അല്ലെങ്കിൽ ഇതുപോലെ മെഡിസിൻസ് ഒക്കെ വിതരണങ്ങളൊക്കെ ചെയ്യും, അല്ലെ? ഇപ്പൊ ആ പനിയുടെ ഒക്കെ സീസൺ വരുമ്പോൾ മെഡിക്കൽ കിറ്റ് പോലെയൊക്കെ നൽകും, അത്യാവശ്യം കുറച്ച് പാരസിറ്റാമോളും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസുകളൊക്കെ നൽകാറൊക്കെ ഉണ്ട് ഹോസ്പിറ്റലുകാർ. ഓക്കെ, ഇതാണ് rendering of preventive health care. Then promotion of health through health education, അല്ലെ? promotion of health through ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോ അതുപോലെ തന്നെ ചില ക്ലാസ്സുകളൊക്കെ വെക്കും, അല്ലെ? ആരോഗ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മീൻസ് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഹോസ്പിറ്റലിൽ അവർ അറേഞ്ച് ചെയ്യും. ഇപ്പോ നമ്മളിപ്പോ വാർഡിലൊക്കെയാണ് കിടക്കണമെങ്കിൽ വാർഡിലൊക്കെ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ വെക്കും. നഴ്സസ് തന്നെ ചിലപ്പോ എന്തെങ്കിലും ഒരു ചാർട്ടോ അല്ലെങ്കിൽ പിക്ചറൊക്കെ കാണിച്ചുകൊണ്ട് ചെറിയൊരു ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. പരിചയമുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലില് ഇപ്പൊ അഡ്മിറ്റഡ് ആകുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിൽ അത് ചെറിയൊരു
എന്താ പറയുക ഒരു അവയർനെസ് ക്ലാസ് പോലെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ചെറിയ ക്ലാസ്സുകളും മറ്റും അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു ഹോസ്പിറ്റലിൽ. ഇതെല്ലാം പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ എഡ്യൂക്കേഷൻ. അപ്പൊ അതുപോലെ തന്നെ വായിക്കാം കേട്ടോ. വായിച്ചു നോക്കി ഫങ്ഷൻസ് ഓഫ് OPD. OPDയുടെ ഫങ്ഷൻസ് ആണ് മനസ്സിലാക്കി വായിക്കുക. നിങ്ങൾ ആ പോയിന്റ് അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും അധികം നിങ്ങൾ പഠിച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ പോയിന്റ്സുകൾ മാത്രം നോക്കാം. അത്യാവശ്യം എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരുപാട് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ സിമ്പിൾ ആക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് OPD വായിച്ചു നോക്കി പോയിന്റ്, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. എവിടെയെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഏർലി ഡയഗ്നോസിസ്. കട്ടീവ്, പ്രിവെന്റീവ്, റീഹാബിലിറ്റീവ് കെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഡയഗ്നോസിസ് ചെയ്യുന്നു. കട്ടീവ് എന്ന് വെച്ചാൽ രോഗശമനം, അതായത് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. ദെൻ പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ്. പ്രിവെന്റീവ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നു, അതിനുള്ള മെഡിസിൻസുകൾ നൽകുന്നു. റീഹാബിലിറ്റീവ് കെയറുകൾ അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് ഫിസിയോതെറാപ്പി മറ്റും റീഹാബിലിറ്റീവ് കെയറുകൾ നൽകുന്നു. ഇതെല്ലാം ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കുന്നു. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റഡ് ആക്കുന്നില്ല, OPD ബേസിസിലാണ്. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകളും അതുപോലെ ടെസ്റ്റുകളൊക്കെ നടത്തി പേഷ്യന്റിനെ നമുക്ക് വീട്ടിലേക്ക് തിരികെ വിടാം. അഡ്മിറ്റ് ആക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഡയഗ്നോസിസും റീഹാബിലിറ്റേഴ്സും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഫസ്റ്റ് പോയിന്റില് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ, ഡയഗ്നോസിസ് ചെയ്യുന്നു, ഇന്റർവെൻഷൻ, കൺസൾട്ടേഷൻ. ഓർക്കുന്നുണ്ടോ 5 പോയിന്റ്? ഓക്കെ, ദെൻ രണ്ടാമത്തേത് എന്തായിരുന്നു? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. നല്ല രീതിയിൽ OPD ബേസിസിൽ അവർക്ക് പരിചരണം കൊടുക്കുന്നു പേഷ്യൻസിന്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളോട് ഞാൻ വായിക്കാൻ പറഞ്ഞേക്കിരുന്നില്ലേ, അതാണ് ഞാൻ ഒന്ന് 5 minutes വായിക്കാൻ ടൈം തന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഫങ്ഷൻസ് ഓഫ് OPD? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അല്ലേ. ഇപ്പൊ ഹോസ്പിറ്റലുകാർ പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞു പല ആക്ടിവിറ്റീസുകളും അവര് നമുക്ക് രോഗങ്ങളെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റ്സുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ മാക്സിമം സിമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട. ആ തന്നിരിക്കുന്നത് എന്താണോ ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്കൊന്നും കളയാനില്ല, സ്കിപ്പ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. പിന്നെ കുറച്ചും കൂടി പ്രധാനപ്പെട്ടവ അണ്ടർലൈൻ ചെയ്യാൻ പറയും, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് OPD എന്തായാലും എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് നോക്കാം പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അല്ലെ. നമുക്ക് പറഞ്ഞ് പ്രതിരോധ ഹെൽത്ത് ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മറ്റ് ഹെൽത്ത് ആരോഗ്യ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബേബി ക്ലിനിക്സ്. ഇത് ആ പേരുകൾ നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചെടുത്താൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. പ്രിവെന്റീവ് ഹോസ്പിറ്റലുകാർ ചെയ്യുന്ന ഹെൽത്ത് ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്നാണ്. വെൽ ബേബി ക്ലിനിക്സ് അല്ലെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായുള്ള ക്ലിനിക്കുകൾ. AMC എന്താ ഫുൾ ഫോം എഴുതിയെടുക്കാം കേട്ടോ. AMC ആന്റിനേറ്റൽ കെയറിംഗ്. ആന്റിനേറ്റൽ കെയറിംഗ്. ആന്റിനേറ്റൽ കെയറിംഗ്. AMC ആന്റിനേറ്റൽ കെയറിംഗ് മീൻസ് പ്രഗ്നൻസി കെയർ ഇല്ലേ, അതിനെയാണ് ഈ ആന്റിനേറ്റൽ കെയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഭാഗത്ത് കേട്ടോ. പ്രഗ്നൻസി കെയർ ഓൾറെഡി പറഞ്ഞതാണ് ഫസ്റ്റ് ഭാഗത്ത്. ദെൻ മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര അല്ലെ. രക്ഷാകർത്ത് മീൻസ് പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ. അതുപോലെ തന്നെ AMC ഫുൾ ഫോം എന്തായിരുന്നു? ആന്റിനേറ്റൽ കെയറിംഗ്.
നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് എഴുതിയായിരുന്നു അത് ANC കമന്റ് ചെയ്യണോ സ്പെല്ലിങ്? ഫസ്റ്റ് സെക്ഷനിലെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ആന്റിനേറ്റല്. ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ആന്റിനേറ്റൽ കെയറിംഗ് എന്നും കൂടി ആക്കാം കേട്ടോ. ആന്റിനേറ്റൽ കെയറിംഗ് ANTI കേട്ടോ. ആന്റിനേറ്റൽ കെയറിംഗ്. ഓക്കെ, ആന്റിനേറ്റൽ കെയറിംഗ് ANTINATAL. Then next നോക്കിയേ, ആന്റിനേറ്റൽ കെയറിംഗ്, മാരേജ് കൗൺസിലിംഗ്, പ്ലാനഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഭാഗത്ത് ANC അത് നോക്കി എഴുതാം. Then marriage counseling, planned parenthood, etc. Then school health clinic, സ്കൂളുകളിലും ഇതുപോലെ ഹെൽത്ത് ക്ലിനിക്കുകൾ കൊണ്ടുവരുന്നു. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിൾ എന്താണ് മലയാളത്തിൽ എന്താ പറയാ? മലയാളം മീനിങ് പ്രോപ്പർ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയും അല്ലെ? പകരുന്ന അസുഖങ്ങളാണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്? രണ്ട് എക്സാമ്പിൾ പറയാമോ? നിപ്പ പറയാം. ദെൻ ഫ്ലൂ, കോവിഡ് പറഞ്ഞൂടെ? നമ്മള് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഒന്നല്ലേ കോവിഡ്. കോവിഡ്, നിപ്പ, അതുപോലെ HIV. ഓക്കെ, മൂന്നെണ്ണം ഒന്ന് സൈഡിലൊന്ന് എഴുതി വെച്ചേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ അവിടെ ഒന്ന് എഴുതി വെക്കുക. എക്സാമ്പിള് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാം കേട്ടോ. ഏതെങ്കിലും മൂന്നെണ്ണം മതി. കോവിഡ്, HIV, ദെൻ ഏതായിരുന്നു? നിപ്പ. എഴുതിക്കോളൂ, മൂന്നെണ്ണം എഴുതി വെച്ചേക്കും. ഇൻ കേസ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എഴുതി വെക്കണം കേട്ടോ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയരുതും. എക്സാമിന് ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മൂന്നെണ്ണം എന്തൊക്കെയായിരുന്നു? കോവിഡ്, നിപ്പ, HIV. ഓക്കെ, കൺട്രോൾ ഓഫ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുക. Then early diagnosis and detection of chronic diseases like cancer and TB, etc. Underline ചെയ്യുക. ക്രോണിക് ഡിസീസസ്. ക്രോണിക് ഡിസീസസ് എന്ന് വെച്ചാൽ എന്താണ്? വിട്ടുമാറാത്ത അസുഖങ്ങളാണ്, നീണ്ടു നിൽക്കുന്നതാണ് അല്ലെ? എക്സാമ്പിൾ ആണ് ക്യാൻസർ, TB. ഇതൊക്കെ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല അല്ലെ? ഒത്തിരി കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖങ്ങളൊക്കെയാണ് നമ്മള് ക്രോണിക് ഡിസീസസ് എന്ന് വിളിക്കുന്നത്, വിട്ടുമാറാത്ത രോഗങ്ങൾ. അപ്പോ ഏർലി ഡയഗ്നോസിസ്, ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് നേരത്തെയുള്ള ചികിത്സയും ട്രീറ്റ്മെന്റുകളും നൽകുക. HIV കമ്മ്യൂണിക്കബിൾ. HIV എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. കാരണം ക്രോണിക് എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ദീർഘനാൾ നിൽക്കുന്നതാണ്. HIV നിൽക്കും എങ്കിലും അത് കമ്മ്യൂണിക്കബിൾ ആയിട്ടാണ് കൂടുതലും HIV നമ്മൾ ആ ഒരു ഇതിലാണ് പെടുന്നത് കേട്ടോ. പകരുന്നതല്ലേ കുറച്ചും കൂടി. ഇപ്പൊ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമ്മൾ പകരില്ലല്ലോ. പകരുന്ന രോഗങ്ങൾ എന്നാണ് മീൻസ് കമ്മ്യൂണിക്കബിൾ മെയിൻ ആയിട്ട് പറയുന്നത്. ക്രോണിക് എന്ന് പറയുമ്പോൾ അത് വിട്ടുമാറാതെ ദീർഘനാൾ നിലനിൽക്കുന്നത്. ഓക്കെ, HIV കമ്മ്യൂണിക്കബിളിലാണ് ഇൻക്ലൂഡ് ആകുന്നത് കേട്ടോ. മൂന്നെണ്ണം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കി. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, റീഹാബിലിറ്റേഷൻ, പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ് അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. ദെൻ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ന്യൂട്രീഷണൽ അഡ്വൈസ്, പോഷക ആഹാരങ്ങളെ കുറിച്ചിട്ടുള്ള അഡ്വൈസ്, ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. റീഹാബിലിറ്റേഷൻ സർവീസസുകൾ. Then prevention of disabilities and handicap. Prevent means handicap അതുപോലെ തന്നെ ഡിസബിലിറ്റി, വൈകല്യങ്ങൾക്കുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഹെൽപ്പുകളും മറ്റും ചെയ്യുക. അപ്പോൾ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്ന പോയിന്റ്സുകളാണ് പറയുന്നത് കേട്ടോ.
നോക്കാം. ഫസ്റ്റ് വൺ വെൽ ബേബി ക്ലിനിക്, ANC, marriage counseling, planned parenthood, etc., school health clinic, control of communicable diseases, early diagnosis, detection of chronic diseases like cancer, TB, underline ചെയ്യാം. communicable പറഞ്ഞത് COVID, Nipah and HIV. Then health education and nutritional advisor, rehabilitation, preventive of disabilities and handicap. ഓക്കെ, വായിച്ചു നോക്കാം. നിങ്ങള് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഒത്തിരി കമന്റ്സുകൾ, നിങ്ങളുടെ ഡൗട്ട്സ് ആണ് നിങ്ങൾ കമന്റ്സ് ഇടുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ മാക്സിമം നോക്കിയിട്ട് അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഇങ്ങനെ കമന്റ്സ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ ക്ലാസ് അവിടെ വെച്ചൊന്ന് ആ ഒരു ഫ്ലോ പോകും നമ്മുടെ ക്ലാസ്സിന്റെ. അല്ലേ? അതിപ്പോ എനിക്കും ആ ഒരു ഫ്ലോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ നിങ്ങളുടെ കമന്റിലൂടെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അല്ലാതെ അനാവശ്യമായിട്ട് മറ്റു കമന്റ്സുകൾ മാക്സിമം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പരസ്പര ഡിസ്കഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനെ കമന്റ് വരുമ്പോൾ ചിലപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫ്ലോയില് മാക്സിമം ഞാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് വരുമ്പോൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇനി കമന്റ് നിങ്ങൾ മിസ് വായിച്ചില്ല കണ്ടില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം. ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മനസ്സിലാകില്ലേ, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടോളൂ. ഞാൻ ആൻസർ ചെയ്തോളാം കേട്ടോ. അല്ലാതെ ഒത്തിരി ഇങ്ങനെ കമന്റ്സ് വരുമ്പോഴേ അപ്പൊ എനിക്ക് കമന്റ്സ് നിങ്ങൾ വിടുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടോ എന്നുള്ളൊരു ഇതും വരും. അപ്പൊ എനിക്ക് ആ വായിക്കുന്നതില് നമ്മൾ ആ പറയുന്നതിലുള്ള ഒരു ഫ്ലോയും കൂടി അവിടെ പോകും. അത് ബാക്കിയുള്ളവർക്കും അത് ഡിസ്റ്റർബ് ആകുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അതിൽ കൂടുതൽ ഒത്തിരി കമന്റ്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് വായിക്കാൻ പറ്റുന്ന വരില്ല കേട്ടോ. ഓക്കെ, ഇത് വായിച്ചു നോക്കി. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസും ക്രോണിക് ഡിസീസസും ഏതൊക്കെയാണ് ഒരു 2-3 പഠിച്ചു വെക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, മനസ്സിലാക്കി വായിക്കാനുള്ളൂ. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അർത്ഥം മനസ്സിലാക്കി വായിച്ചു വെക്കാം കേട്ടോ. ഹോസ്പിറ്റലില് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മീൻസ് അതൊരു പ്രിവെന്റീവ് ആക്ടിവിറ്റി ആയിട്ട്. അതായത് ഇപ്പൊ അവർ ഇതുപോലെ ഇപ്പൊ ഹോസ്പിറ്റലുകാര് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ ക്യാമ്പുകളും മറ്റൊക്കെ അറേഞ്ച് ചെയ്യും. അതുപോലെ അവര് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഏതെങ്കിലും സെക്ഷനിൽ പോയിട്ട് അവര് മാരേജ് കൗൺസിലിംഗ് ഒരു കോഴ്സ് ഇന്ന ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല, അവര് കണ്ടക്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലുകാരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാംസുകൾ. ഓക്കെ, ഇപ്പൊ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യില്ലേ ഹോസ്പിറ്റലുകാർ വന്നിട്ട്. ഇപ്പോ ഏതെങ്കിലും പ്ലാനഡ് പാരന്റ്ഹുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാകർത്തം മീൻസ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും നോക്കുന്നതും ഒരു പാരന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ, കടമകള്, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ അതൊക്കെ ഒരു ക്ലാസ് പോലെ ഇവർ അറേഞ്ച് ചെയ്യുന്നു. ANC എന്ന് വെച്ചാൽ എന്താണ്? പ്രഗ്നൻസി കെയറിനെയാണ് ആന്റിനേറ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ടൈമിൽ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ അവർക്ക് വേണ്ടി മാത്രം, പ്രഗ്നന്റ് വുമൻസിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ക്ലാസ്സുകളും മറ്റും അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഓൾറെഡി 1-2 വട്ടം നമ്മൾ പറഞ്ഞു പോയതാണ്. വായിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് മെസ്സേജുകളും കമന്റുകളും എല്ലാവരും വായിക്കാം. ഒരാൾ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അത് എന്താണെന്ന് നോക്കാൻ പോകും അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. വായിച്ചെല്ലാവരും ഒരു പ്രാവശ്യം വായിക്കുക. വായിക്കുമ്പോൾ മനസ്സിലാക്കിയത് വായിച്ചു പോയാൽ നിങ്ങൾ ഇന്ന് എടുക്കുന്ന പോർഷൻസ് ഇന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ.
Okay, then next നോക്കാം ടൈപ്സ് ഓഫ് ഒ പി ഡി. ടൈപ്സ് ഓഫ് ഒ പി ഡി. ഒ പി ഡി രണ്ട് ടൈപ്പുകളാണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസും. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആക്കി പറയാൻ വേണ്ടിട്ട് ഒരു കാര്യം പറയാം. എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയാറുണ്ട്. എ സി ഉണ്ടാവുമല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അല്ലെ. അത് നമ്മൾ സെൻട്രലൈസ്ഡ് എ സി ഉണ്ട്, അല്ലാതെ നമ്മൾ എ സി വെക്കുന്നതും പറയും. സെൻട്രലൈസ്ഡ് എ സി ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമൺ വണ്ണാണ്. ടോട്ടലി ഒറ്റ ഇത് മതി എല്ലാ റൂമിലോട്ടും. മീൻസ് നമ്മുടെ വീടിനുള്ളിൽ ടോട്ടൽ ആയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെ. എല്ലാം ഒരേ ഏരിയ, എല്ലാം ഒരേ ഏരിയയിൽ തന്നെ ആയിരിക്കും അല്ലെ. ഫുൾ ആയിട്ട് നമുക്ക് ആ ഒറ്റ വണ്ണിൽ മതി നമുക്ക് എല്ലാത്തോട്ടും ഈ എ സി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ, സെപ്പറേറ്റ് ആയിട്ടല്ല. അപ്പൊ മറ്റേതെന്ന് പറയുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്പറേറ്റഡ് ആണ്. ഓരോ മുറിയിലും ചിലപ്പോൾ ഓരോ എ സി അല്ലെ, അങ്ങനെയാണ്. ലിമിറ്റഡ് ടു പേഷ്യൻ, അതായത് ഓരോ റൂമിലായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ, എ സിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് നോക്കാം. ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ. കൺസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഏരിയയിൽ സംക്ഷിപ്തമായിരിക്കുന്നു. ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ which include all diagnostic and therapeutic facilities being provided in the same place. ഒരു പ്ലേസിൽ തന്നെ ഡയഗ്നോസ്റ്റിക്കും രോഗനിർണയവും തെറാപ്റ്റിക് ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും സെയിം പ്ലേസിൽ ഒരൊറ്റ ഏരിയയിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് എ സി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒറ്റ ഇതിലാണ് എല്ലാ റൂമിലേക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒറ്റ ഇതാണ് സെൻട്രലൈസ്ഡ് എ സി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ആണോ? ഇപ്പൊ എവിടെയെങ്കിലും ഒരു കണക്ഷൻ തോന്നിയോ? കണക്ഷൻ തോന്നി എന്തെങ്കിലും? അപ്പൊ സെൻട്രലൈസ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലൈസ്ഡ് എ സി ഓർക്കാം, ഒറ്റയത് എല്ലാ സർവീസുകളും ഒരേ സെയിം പ്ലേസിലായിരിക്കും. ഒരേ എ സി മതിയെന്ന്. എ സിയുടെ കാര്യം ഒന്ന് ഞാൻ കണക്ട് ആക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സിംഗിൾ ലൊക്കേഷൻ, ഒറ്റതിൽ മതിയെന്ന്. അതായത് സെയിം പ്ലേസിലാണ് ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക് ഫെസിലിറ്റീസും മറ്റ് എല്ലാ സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ഒറ്റ ഏരിയയിലാണ്. ഇതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് എ സി ആലോചിക്കാം. ഓക്കെ, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എ സി ആലോചിക്കാം. എ സി എന്താണ്? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇതാണ്, എല്ലാ റൂമുകളിലേക്കും ആ ഒരൊറ്റ സെൻട്രലൈസ്ഡ് എ സി ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് നോക്കിയേ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റുകളിലാണ് അല്ലെ. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഓരോ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? രണ്ടും സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഓക്കെയാണോ? ഓക്കെ, സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് എ സി ആലോചിക്കുക. ഒറ്റ ഇതാണ്, എല്ലാ ഫെസിലിറ്റികളും അല്ലെ, ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക്കും എല്ലാം ഒരേ സെയിം പ്ലേസിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലാണ്. എക്സാമിന് ചോദിക്കാറുള്ള പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all services are provided in a concise area which include all diagnostic and therapeutic facilities being provided in the same place. Identify the type of OPD. ആ ഒരു രീതിക്കാണ് പ്രീവിയസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എ സിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്. ഇനി എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ അത് മാറിപ്പോകാൻ ചാൻസ് വരാം. അത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറിപ്പോകില്ല. എങ്കിലും ചിലപ്പോൾ സെൻട്രലൈസ്ഡ് ആണോ ഡീസെൻട്രലൈസ്ഡ് ആണോ എന്ന് ഡൗട്ട് പലർക്കും വന്നേക്കാം. അതുകൊണ്ടാണ് ഡൗട്ട് വരാതിരിക്കാനാണ് എ സിയുടെ കാര്യം പറഞ്ഞത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എ സി വെച്ചിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകില്ല, കറക്റ്റ് ആയിട്ട് കിട്ടും. സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് എല്ലാത്തിനും കൂടി ഒരെണ്ണമാണ്, സെയിം ഇതാണ് അല്ലെ. അപ്പൊ ഇവിടെയും സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലേസ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റഡ് റൂമിലാണ് അല്ലെ. ഇവിടെയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഇപ്പൊ പഠിച്ചില്ലേ? നമ്മള് പഠിച്ചോ? ഇപ്പൊ തന്നെ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. പഠിച്ചോ എല്ലാവരും? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചില്ലേ? ഒരു 50% പേരെങ്കിലും പഠിച്ചോ? ഓക്കെ,
AC വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. ടൈപ്പ് ഓഫ് OPD വായിക്കുമ്പോൾ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പഠിക്കാനേ ഉള്ളൂ. വായിച്ചു നോക്കിയേ രണ്ടും. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, പഠിച്ചോ? വായിച്ചോ അല്ലെങ്കിൽ പഠിച്ചോ? പഠിച്ചില്ല എല്ലാവരും? ഓക്കെ, ദെൻ അടുത്തൊരു സെക്ഷൻ, ഒരു കുഞ്ഞു സെക്ഷനാണ്, അതും കൂടി നമുക്കൊന്ന് എടുക്കാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് OPD ആണ് രണ്ടെണ്ണം പറഞ്ഞതോ, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് പേഷ്യൻസിന് തന്നെ 3 ടൈപ്പ് ആയിട്ട് പറയാണ് കേട്ടോ. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. 3 എണ്ണമാണ്. സിമ്പിൾ ആണ്, നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ ഔട്ട് പേഷ്യന്റ്. എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ്? All patient other than emergency who reported directly to OPD. അല്ലെ, അതായത് എന്താണ്? എമർജൻസി പേഷ്യൻസ് ഒഴികെ വരുന്ന എല്ലാ പേഷ്യൻസും, OPD-യിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേഷ്യൻസുമാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, എന്താണ്? എമർജൻസി ഒഴികെ, എമർജൻസി പേഷ്യന്റ് ഒഴികെ വരുന്ന OPD-യിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേഷ്യൻസുമാണ് ജനറൽ. ജനറൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ എമർജൻസി ഔട്ട് പേഷ്യന്റ്. ആ പേര് പോലെ തന്നെ എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. അല്ലെ, ഒരു വ്യക്തിക്ക് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായി വരുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ്. എക്സാമ്പിൾ എന്ത് പറയാം? ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എമർജൻസി മെഡിക്കൽ കെയർ ആണ് ആ പേഷ്യൻസിന് വേണ്ടുന്നത്. അല്ലെ, അപ്പൊ അതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ജനറൽ എന്ന് പറഞ്ഞാൽ എമർജൻസി പേഷ്യന്റ് ഒഴികെ വരുന്ന മറ്റ് എല്ലാ പേഷ്യൻസുമാണ് ജനറൽ ഔട്ട് പേഷ്യന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസുകൾ. ഓക്കെ, ക്ലിയർ ആണോ രണ്ടോ? ജനറലും എമർജൻസിയും ക്ലിയർ ആണോ? എമർജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസുകൾ. ജനറൽ എന്ന് പറഞ്ഞാൽ എമർജൻസി ഒഴികെ വരുന്ന മറ്റ് പേഷ്യൻസുകൾ. ഓക്കെ, then referred out patient, refer ചെയ്യുന്ന പേഷ്യൻസ്. A patient referred OPD by his practitioner for specific treatment. അതായത് നമ്മൾ OPD-യിൽ വന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചിലപ്പോ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഇപ്പൊ ഷുഗർ ടെസ്റ്റോ എന്തെങ്കിലും ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഹൈ ഷുഗർ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഡോക്ടർ ഒന്ന് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കൂടി ഒന്ന് കണ്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യും. ഇല്ലേ, പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഇതാണെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഇപ്പോ എന്തെങ്കിലും നമുക്ക് വീഴ്ചയോ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിഷ്യനെ പോയി കണ്ടാൽ അവര് പറയും എല്ലിന് എന്തെങ്കിലും പൊട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലിന്റെ ഡോക്ടർ ഒന്ന് കാണാൻ പറയും, ഒന്ന് റെഫർ ചെയ്യും. ഏ, അങ്ങനെ റെഫർ ചെയ്യുന്നതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. പേര് പോലെ തന്നെയാണ് എല്ലാം. ഓക്കെ, ജനറൽ എന്ന് പറഞ്ഞാൽ എമർജൻസി ഒഴികെ വരുന്ന പേഷ്യൻസ്, എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ്, റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ OP ഒരു ഡോക്ടറെ കണ്ടു, ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഹൈ ഷുഗർ ആണെങ്കിൽ ഒന്ന് ഡയബറ്റിക്കിന് ഡോക്ടർ ഒന്ന് റെഫർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ആ ഡയബറ്റിക് ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെയും കൂടി ഒന്ന് പോയി കാണും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ടൈപ്പ് ഓഫ് പേഷ്യന്റ് സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പോ തന്നെ നമുക്ക് പഠിക്കാനേ ഉള്ളൂ. വായിക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? For types of OPD, then type of patients. Okay. Clear ആണോ? നമ്മളിന്ന് കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു. Then functions of OPD. എന്തൊക്കെയാണ് OPD യിലെ ഫംഗ്ഷൻസുകള്? Then preventive health activities. അതിൽ നമ്മൾ പറഞ്ഞു ANC ഇമ്പോർട്ടന്റ് ആണ്. Then chronic diseases നോക്കാം, communicable diseases നോക്കാം. Then types of OPD, സെൻട്രലൈസ്ഡും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. Then based on ചാപ്റ്ററിന്റെ നെയിമോ, ചാപ്റ്ററിന്റെ നെയിം ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഔട്ട് പേഷ്യന്റ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് കാണണോട്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഇന്നെടുത്ത അത്രയും ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആയോ? നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോയിക്കൊള്ളണം. ഓക്കെ, പിന്നെ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻസ് എടുക്കാം. ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളൂ. എക്യുപ്മെന്റ്സ് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? എക്യുപ്മെന്റ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നുണ്ട്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? മീൻസ് എന്താ സ്പീഡ് ഓക്കെ ആണോ? എന്റെ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്പീഡിലാണ് പറയുന്നത്. അപ്പൊ ഈ സ്പീഡ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഈ ഒരു സ്പീഡിൽ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്താൽ പോരെ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, വായിക്കാം കേട്ടോ. ഐഡിയസിന്റെ പിക്ചർ കാണിച്ചു തരാം. ഒരാളെങ്കിലും ഓർത്തിരുന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. എല്ലാം ഒരേ സെക്ഷനിലായിരിക്കില്ല. നമ്മള് ഇപ്പോ ടെസ്റ്റുകൾ ചെയ്യാനും ഡോക്ടറെ കാണാനും പല പല ഏരിയയിലും ആയിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. AC കാര്യം ആലോചിക്കാം. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് AC എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് റൂമുകളിൽ AC ഫിറ്റ് ചെയ്യുന്നത്. AC ഓർത്തിരിക്കണം കേട്ടോ. AC പറയുന്നത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ എടുക്കാം. നന്നായിട്ട് വായിക്കാം. മാക്സിമം അന്നന്ന് തന്നെ എടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ പഠിച്ചു പോവുക. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ. നമ്മള് എക്സാമിന്റെ തലേദിവസം പഠിക്കാൻ വെച്ചാല് അത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമുക്കറിയാം, നിങ്ങൾ ഓർക്കും നമ്മൾ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ എന്ന് ഓർക്കും. പക്ഷെ പഠിക്കാതെ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.